ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അസർബൈജാൻ അതിർത്തിക്കടുത്തുള്ള ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതായി തിങ്കളാഴ്ച ആർമി ഉദ്യോഗസ്ഥരും സംസ്ഥാന മാധ്യമങ്ങളും അറിയിച്ചു. മെയ് 19 ഞായറാഴ്ച തകർന്നു വീണ ഹെലികോപ്റ്ററിന്റെ കത്തിനശിച്ച അവശിഷ്ടങ്ങൾ തിങ്കളാഴ്ച പുലർച്ചെയാണ് കണ്ടെത്തിയത്. അമേരിക്കൻ നിർമ്മിത ബെൽ 212 എന്ന ഹെലികോപ്റ്റർ ഒരു പർവ്വതശിഖരത്തിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. എന്നാൽ അപകടത്തിന്റെ കൃത്യമായ കാരണം അജ്ഞാതമായി തുടരുന്നു. കൊല്ലപ്പെട്ടവരിൽ റൈസി, വിദേശകാര്യ മന്ത്രി ഹുസൈൻ അമീർ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ, തബ്രിസ് നഗരത്തിൽ നിന്നുള്ള മുതിർന്ന ഇമാം എന്നിവരും ഉൾപ്പെടുന്നു. വിമാനാപകടങ്ങളിൽ പ്രമുഖ ലോകനേതാക്കളുടെ നഷ്ടം പലപ്പോഴും ചരിത്രത്തിൽ സുപ്രധാന വഴിത്തിരിവുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ഞെട്ടലുണ്ടാക്കുകയും രാഷ്ട്രങ്ങളെ അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്തു. സമാന സംഭവങ്ങളുടെ ഈ വീഡിയോയിൽ കാണാം. അരവിന്ദ് ലിൻഡ്മാൻ 2 തവണ സ്വീഡന്റെ പ്രധാനമന്ത്രിയായിരുന്ന അർവിഡ് ലിൻഡ്മാൻ 1936 ഡിസംബർ 9 ദാരുണമായി അന്തരിച്ചു. അദ്ദേഹം യാത്ര ചെയ്തിരുന്ന ഡഗ്ലസ് DC-2 എന്ന വിമാനം ബ്രിട്ടനിലെ ക്രോയിഡൻ എയർപോർട്ടിന് സമീപമുള്ള വീടുകളിലേക്ക് ഇടിച്ചുകയറുകയും അതേ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. രമൺ മഗ്സസെ ഫിലിപ്പീൻസിന്റെ 7ാമത്തെ പ്രസിഡന്റ് സെബുവിലെ മനുങ്കൽ പർവ്വതത്തിൽ വിമാനാപകടത്തിൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങൾക്കും ജനാധിപത്യത്തോടുള്ള അർപ്പണബോധത്തിനും പേരുകേട്ട ആളായിരുന്നു മഗ്സസെ. നെരയു റാമോസ് കുറച്ചുകാലം ബ്രസീലിന്റെ ഇടക്കാല പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച നെരയു റാമോസ് 1958 ജൂൺ 16 ആണ് കൊല്ലപ്പെട്ടത്. പരാന സംസ്ഥാനത്തെ കുരിറ്റിബ് അഫോൻസോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണ ക്രൂസിറോ ഡോ സുൾ വിമാനത്തിലായിരുന്നു അദ്ദേഹം. വിമാനത്തിനേറെ സാങ്കേതിക തകരാറായിരുന്നു അപകടത്തിന് കാരണം. അബ്ദുൾ സലാം ആരിഫ് രാജവാഴ്ചയെ അട്ടിമറിച്ച 1958 വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ഇറാഖിന്റെ 2ാമത്തെ പ്രസിഡന്റായ അബ്ദുൾ സലാം ആരിഫ് 1966 ഏപ്രിൽ 13 അദ്ദേഹത്തിന്റെ ഇറാഖ് എയർഫോഴ്സ് വിമാനമായ ഡി ഹാവിലാൻഡ് DH-104 ഡോ ബസ്രയ്ക്ക് സമീപം തകർന്നു വീണു. അദ്ദേഹവും ക്രൂ മെമ്പേഴ്സും കൊല്ലപ്പെട്ടു. റെനെ ബാരിയന്റസ് ബൊളീവിയൻ സൈനിക ഉദ്യോഗസ്ഥനും രാഷ്ട്രീയക്കാരനും 1964 മുതൽ 1969 വരെ തുടർച്ചയായി 2 തവണ ബൊളീവിയയുടെ 47ാമത്തെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 1969 ഏപ്രിൽ 27 ആർക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് പറക്കുന്നതിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരിച്ചു. സഞ്ജയ് ഗാന്ധി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകനുമായ സഞ്ജയ് ഗാന്ധി 1980 ജൂൺ 23 കൊല്ലപ്പെട്ടു. ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വച്ച് വിമാനത്തിന്റെ നിയന്ത്രണം പൈലറ്റിന്റെ നിയന്ത്രണത്തിൽ നിന്നും നഷ്ടമാവുകയും വിമാനം റൺവേയിൽ ഇടിച്ചു തകരുകയുമാണ് സംഭവിച്ചത്. സമോർ മച്ചൽ മോസോബിഗാൻ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ അതിർത്തിക്കടുത്തുണ്ടായ വിമാനാപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു. ഉണ്ടായ വിമാനാപകടത്തിന്റെ കാരണം ദക്ഷിണാഫ്രിക്കൻ സൈന്യവും കൂടാതെ അവിടുത്തെ അപ്പോഴത്തെ ഭരണാധികാരിയും പങ്കാളിയാണെന്നു ആരോപിച്ചു വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ അന്നേ നടന്നിരുന്നു. റാഷിദ് കാർമി ലെബനൻ പ്രധാനമന്ത്രി റാഷിദ് കാർമി 1987 ജൂൺ 1 സൈനിക ഹെലികോപ്റ്ററിൽ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി അബ്ദുല്ല റാസിക്കും വിമാനത്തിലുണ്ടായിരുന്ന കൂടാതെ മറ്റ് 12 സഹായികളിൽ 3 പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. ലെച്ച് കാസിൻസ്കി പോളണ്ട് പരമോന്നത നേതാവായ ഇദ്ദേഹം റഷ്യയിലെ സ്മോലെൻസ്കിന് സമീപമുള്ള വിമാനാപകടത്തിൽ മരിച്ചു. അദ്ദേഹത്തിനോടൊപ്പം മറ്റ് പല ഉന്നത പോളണ്ട് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. കാറ്റിൻ കൂട്ടക്കൊലയെ അനുസ്മരിക്കാൻ പ്രതിനിധി സംഘം പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സെബാസ്റ്റ്യൻ പിനേര ചിലിയുടെ മുൻ പ്രസിഡന്റായിരുന്ന സെബാസ്റ്റ്യൻ പിനേര 2024 ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ തെക്കൻ ചിലിയിലെ തടാകത്തിൽ തകർന്നു വീണു. തുടർച്ചയായി 2 തവണ പ്രസിഡന്റായി പ്രവർത്തിച്ച പിനേര ചിലിയൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു.